PP ജെയിംസ് ചേരുന്നു. PP അന്തർദേശീയ പ്രശ്നമാണ്. ജെയിംസ്, ഇന്ന് PP അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പറഞ്ഞോളൂ. ആദ്യം തന്നെ ഹാപ്പി വിഷു ഹാപ്പി വിഷു ഹാഷ്മി. പറഞ്ഞു ഇപ്പൊ ബത്തേരിയിൽ നിന്ന് നേരെ ഗസയിലേക്ക് പോകുമ്പോൾ ഗസയിലും അതുപോലെ തന്നെ ഉക്രൈനിലും വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു. വിഷുദിനമാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അഹ്ലി ആശുപത്രി കംപ്ലീറ്റ് ആയിട്ട് തകർന്നു. ഇപ്പൊ മരണസംഖ്യ 21-ലേറെ പേർ ആശുപത്രിയിലുണ്ടായിരുന്നു, 21-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഒരുപക്ഷെ അതിനേക്കാൾ ഇച്ചിരി ഭയാനകമാണ് ഉക്രൈനിൽ സംഭവിച്ചത്. അവിടെ ഞായറാഴ്ച ഈ ഓശാന തിരുനാളിന് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ജനക്കൂട്ടത്തിന് നേരെയാണ് റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈൽ വന്ന് പതിച്ചത്. തൽക്ഷണം തന്നെ 30-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ മരണസംഖ്യ 35 ആയിരിക്കുന്നു. ഇതിൽ കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളുമുണ്ട്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ഉണ്ടായിട്ടുണ്ട്. വ്ളാഡിമിർ സെലൻസ്കി യുക്രൈൻ്റെ പ്രസിഡന്റ് അമേരിക്കയുടെ പ്രസിഡന്റിനോട് പറഞ്ഞ്, കണ്ടില്ലേ നിങ്ങൾ റഷ്യ ഇപ്പോൾ വെടിനിർത്തുമെന്ന് പറഞ്ഞിട്ട് പുടിൻ ഇതാ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും കുട്ടികളെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ അയച്ചത്. അതികൂറ്റൻ ബാലിസ്റ്റിക് മിസൈലുകൾ. 51 കെട്ടിടങ്ങൾ തകർന്നു, 35-ലേറെ കാറുകളും വാഹനങ്ങളും തകർന്നു, 35 മനുഷ്യർ നടുറോഡിൽ ചിന്നിച്ചെതറി കൊല്ലപ്പെട്ട് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വിഷ്വൽ മീഡിയയിലുണ്ട്. അപ്പോൾ യുക്രൈൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു രക്തക്കളമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ പറയുന്ന പോലെ റഷ്യയുടെ അതിർത്തിയിലുള്ള ഉക്രൈനിലെ സുമി നഗരത്തിലാണ് ആക്രമണം ഉണ്ടായത്. സുമിയിലാണ് നമ്മുടെ മലയാളികളായിട്ടുള്ള കുട്ടികൾ ഒരുപാട് പഠിച്ചിരുന്നത്. അവരെ അവിടെ നിന്ന് നമ്മൾ രക്ഷിച്ചു കൊണ്ടുവരികയായിരുന്നു ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത്. സുമിയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇസ്രായേലിന് നേരെ ഹൂതികൾ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അത് തടഞ്ഞുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. എന്തായാലും ഹൂതികളെ ഒതുക്കാൻ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പാഞ്ഞ് തകർക്കുമ്പോഴും ഈ ഹൂതികളുടെ ആക്രമണം അതിശക്തമായ രീതിയിൽ നടക്കുകയാണ്. അതിനിടയിൽ ട്രംപും ചൈനയും തമ്മിലുള്ള വാണിജ്യ യുദ്ധവും ഇതിൻ്റെ ഭാഗമായിട്ട് അരങ്ങേറുന്നു. ഇലക്ട്രോണിക് ഗുഡ്സിന് കൂടി ഇനി ഇറക്കുമതി തീരുവ ചുമത്താൻ പോകുന്നുവെന്ന് ട്രംപ് പറയുന്നു. ട്രംപിൻ്റെ വാണിജ്യകാര്യ സെക്രട്ടറി പറയുന്നു. എന്തായാലും കമ്പ്യൂട്ടറുകൾക്കും സ്മാർട്ട് ഫോണിനും ഇറക്കുമതി തീരുവ കുറച്ചത് ഇന്ത്യക്ക് നേട്ടമായിട്ടുണ്ട്. ചൈനയുടെ സ്മാർട്ട് ഫോൺ അമേരിക്കയിൽ വിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ സ്മാർട്ട് ഫോണിനേക്കാൾ 20% ഐഫോണിനൊക്കെ ഇത് കൊടുക്കേണ്ടി വരും. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഐഫോണുകൾക്ക് ഒരു നേട്ടം അമേരിക്കയിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വാർത്ത കൂടി ഇതോടൊപ്പം വരുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ സമയക്കുറവുകൊണ്ടാണ് ബത്തേരിയിൽ നമ്മളെ കാത്ത് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നു.